ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാസ്റ്റ് പെർഫെക്റ്റിനെ കുറിച്ചാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് രണ്ട് പ്രവൃത്തികളിൽ ആദ്യത്തെ പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ്. അതായത് ഭൂതകാലത്തിൽ കഴിഞ്ഞ രണ്ട് പ്രവൃത്തി, ആ രണ്ട് പ്രവൃത്തികളിൽ ആദ്യത്തെ പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കൊണ്ടും രണ്ടാമത്തെ പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് ഉപയോഗിച്ചും നമ്മൾ പ്രയോഗിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെൻസിൻ്റെ ഏറ്റവും എട്ടാമത്തെ രൂപം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന വാക്കിനർത്ഥം? നമ്മൾ നേരത്തെ പഠിച്ച മാതിരി കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തുടർച്ച, പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റായി മീൻസ് ഫിനിഷ്ഡ്. പാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞു പോയ കാലത്ത് ഫിനിഷ് ആവുകയും അവസാനിക്കുകയും അതേ സമയത്ത് തുടരുകയും ചെയ്യുന്നൊരു പ്രവൃത്തി. ഇത്തരമൊരു ടെൻസ് മലയാളത്തിലില്ല. ഇംഗ്ലീഷിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കും. അതിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ് ഹാഡ് ബീൻ ആണ്. ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. എല്ലാ കണ്ടിന്യൂസ് ടെൻസിലും നമ്മൾ ING ഫോമാണ് ഉപയോഗിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഹാസ് ബീനും ഹാവ് ബീൻ ഉപയോഗിച്ചു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഹാഡ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ് നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും? an action which started in a particular time in the past and continued and ended in a particular time in the past. See that? ഭൂതകാലത്ത് ഒരു പ്രത്യേക സമയത്ത് ആരംഭിച്ച് തുടർന്ന് ഭൂതകാലത്ത് തന്നെ അവസാനിക്കുന്നു. ഒരു പ്രവൃത്തി ഒരു പ്രത്യേക സമയത്ത് ഭൂതകാലത്ത് ആരംഭിച്ച് തുടർന്ന് ഭൂതകാലത്ത് തന്നെ അവസാനിക്കുന്നു. അപ്പം ഞാൻ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം 2017 മുതൽ 2018 വരെ അല്ലെങ്കിൽ 2017 മുതൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻസ് കഴിഞ്ഞു. 2017 മുതൽ 2017 ഡിസംബർ, 2017 ജനുവരി മുതൽ 2017 ഡിസംബർ വരെ. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. ഹാഡ് ബീൻ ആണ് ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ്. ഹി ആയാലും ഷീ ആയാലും ഇറ്റ് ആയാലും ഹാഡ് ബീൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ഉദാഹരണമായിട്ട് ഐ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഹോസ്പിറ്റൽ. In this hospital from 2014 to 2016. 2016 ഇത് കാണിക്കുന്നത് 2014 എന്നുള്ള കഴിഞ്ഞുപോയ ഒരു കാലം. 2016 കഴിഞ്ഞു പോയി. പക്ഷേ 2014 ആരംഭിച്ച് 2015 2016 അവസാനിച്ചു. An action which started in a particular time in the past, continued and ended in a particular time in the past. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഉപയോഗം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് is used to express an action which started in a particular time in the past, continued and ended in the past. See, I had been sleeping from yesterday morning to night. Yes, see that from yesterday morning to night, yesterday night. See that? അപ്പോൾ ഹാഡ് ബീൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാഡ് ബീൻ
How can you change this sentence into negative? I had not been. Yes, I had not been. I had not been sleeping. From yesterday morning to night. Okay, these things can be expressed. Had not been. Had I been? Question on had I been? Had I been sleeping? From yesterday morning to night. So, had I been sleeping? Hadn't I been sleeping? Hadn't I been sleeping? From yesterday morning to night. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഭൂതകാലത്ത് ഒരു പ്രത്യേക സമയത്ത് ആരംഭിച്ചൊരു പ്രവൃത്തി തുടർന്ന് ഭൂതകാലത്ത് തന്നെ അവസാനിച്ചു, വർത്തമാനകാലത്തിലേക്ക് വരുന്നില്ല. You had been working in this factory from 2013 to 2015. How can you change the sentence into negative? You had not been. You had not been working in this factory from 2013 to 2015. 2013 to 2015. So this action started in 2013 and continued in 2014 and ended in 2015. So a particular time in the past, 2013 is the particular time, and continued and ended in 2015. See the next question. How can you change the sentence into question? Had you been working in this hospital, in this factory from 2013 to 2015? Question. So negative question is also is. Hadn't you been working in this factory from 2013 to 2015? Question. Okay. You had been. Instead of you, they had been playing football from last morning to evening. So it started in a particular time last morning, ended in the evening. See that they had been playing football. So how can you change this sentence into negative? They had not been playing football from last morning to evening. Last morning to evening. So we can change the sentence into question.
Had they been playing football from last morning to evening? Question on last morning to evening. Okay. Put the question mark. Next. Hadn't they been football from last morning to evening? Questioner. Last morning to evening. So they had been playing football from last morning to evening. They had not been playing football from last morning to evening. Had they been playing football from last morning to evening? So hadn't they been playing football from last morning to evening? So these are the 4 sentences. And instead of they ki pagaramayitte we can use we. We had been changing the plan from yesterday morning to evening. We had been changing the plan from yesterday morning to evening. These are the things can be expressed. We had not been changing the plan from yesterday morning to evening. We had not been changing. Yes. Had we been changing the plan from yesterday morning to evening? So see that we had been changing the plan from yesterday morning to evening. We had not been changing the plan from yesterday morning to evening. Had we been changing the plan from yesterday morning to evening? Hadn't we been changing the plan from yesterday morning to evening? Question answer. I, you, they, we plus plural. Everything can be used with the help of had been. Plural. Example. Raju and Krishna had been playing cards from 11 a.m. to 1 p.m. So this also can be expressed with the help of had been. Had been is the auxiliary verb. How can you change this sentence into negative? Had plus not been playing or whatever it may be. So these are also can be expressed. The plural also can be expressed. How can you change this sentence into negative? Raju and Krishna had not been playing cards from 11 a.m. to 1 p.m. So had Raju and Krishna been playing cards from 11 a.m. to 1 p.m. and hadn't Raju and Krishna been playing cards from 11 a.m. to 1 p.m. These are also can be expressed with this. Next, see that
singular. Singular is also used with it. See that he had been making a cup of tea from 10 a.m. to 11 a.m. So he had been making a cup of tea from 10 a.m. to 11 a.m. It's this also shows the past action. So every past action, that means which started in a particular time in the past, continued and ended in the past. See that he had not been. How can you change the sentence into negative? He had not been. He had not been making a cup of tea from 10 a.m. to 11 a.m. So had he been making a cup of tea from 10 a.m. to 11 a.m. Hadn't he been making a cup of tea from 10 a.m. to 11 a.m.? Question. This is also a question. So he had been making a cup of tea from 10 a.m. to 11 a.m. So he had not been making negative a cup of tea from 10 a.m. to 11 a.m. Had he been making a cup of tea from 10 a.m. to 11 a.m.? Hadn't he been making a cup of tea from 10 a.m. to 11 a.m.? This is the negative question and this is positive question. Whatever the question, we will get answer only yes or no. Next, she had been dancing from 10 p.m. to 11 a.m. yesterday. So he had been dancing from 10 a.m. to 4 a.m. yesterday. See that. How can you change this sentence into negative? She had not been dancing from 10 p.m. to 4 a.m. yesterday. So question, had she been dancing from 10 p.m. to 11 a.m. yesterday? This is a question. And next one is negative question. Hadn't she been dancing from 10 p.m. to 4 a.m. yesterday? See that. She had been dancing from 10 a.m. to 11 a.m. yesterday. അവൾ രാത്രി 10 മണി മുതൽ രാവിലെ 4 മണി വരെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ. അപ്പം അങ്ങനെ ആയിരുന്നില്ല എന്ന് പറയാൻ അവൾ 10 മണി മുതൽ 4 മണി വരെ ഇന്നലെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്ന് പറയാൻ ഷി ഹാഡ് നോട്ട് ബീൻ ചേർക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? അവൾ ഇന്നലെ 10 മണി മുതൽ 4 മണി വരെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ? അവൾ ഇന്നലെ 10 മണി മുതൽ 4 മണി വരെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? This question also can be used. So, sir, instead of she, it had been swimming from 2 p.m. to 3 p.m. yesterday. This sentence also can be changed into negative.
It had not been. It had not been swimming from 2 p.m. to 3 p.m. yesterday. Okay. How can you change this sentence into negative question? Had it been swimming from 2 p.m. to 3 p.m. yesterday? Question on. Next. Hadn't it been swimming from 2 p.m. to 3 p.m. yesterday? This is a question. So, ഒരു പ്രവൃത്തി ഭൂതകാലത്തിൽ ആരംഭിച്ച് തുടർന്ന് ഭൂതകാലത്ത് തന്നെ അവസാനിക്കുന്ന പ്രക്രിയ നമ്മൾ ഈ ടെൻസിൽ ഉപയോഗിക്കുന്നു. അത് ഹാഡിൻ്റെയും ബീൻ്റെയും ഇടയിൽ നോട്ട് ചേർക്കുമ്പോൾ അത് നെഗറ്റീവ് ആവുകയും ഹാഡ് എന്നുള്ളത് ആദ്യം വന്നിട്ട് പിന്നെ സബ്ജക്റ്റ് വെച്ച് ബീൻ ചേർക്കുമ്പോൾ ക്വസ്റ്റ്യനായി മാറുകയും ചെയ്യുന്നു. ഹാഡിൻറ്റ് ബീൻ സ്വിമ്മിങ് ഫ്രം, അപ്പോൾ അത് നെഗറ്റീവ് ക്വസ്റ്റ്യനാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ടെൻസിൽ പറയാനുള്ളത്. ടെൻസിൽ ഒരിക്കൽ കൂടി പറയുമ്പോൾ ഭൂതകാലത്തിൽ ആരംഭിച്ച പെർട്ടിക്കുലർ ടൈം ഇൻ ദ പാസ്റ്റ്, an action which started in a particular time in the past, continued and ended in a particular time in the past. This also called, this action can be expressed with the help of past perfect tense.